തീപ്പെട്ടിക്ക് വിടാമെന്നാണ്. മ്യൂച്വൽ ക്ലൈമാക്സ്. ചെറുക്കം പഴച്ചുപോയി. ആലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? ലുലു എടപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് തന്നെ നടത്താൻ പോവാണ്. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഉള്ള ഒരു ഷോപ്പിംഗ് അല്ല, ജസ്റ്റ് 500 റുപ്പീസ്. ഇപ്പം എനിക്ക് 500, ഇവന് 500. അങ്ങനെ നമ്മൾ 500 റുപ്പീസ് കൊണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറുവാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇതുവരെ കാണാത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ട് അൺബോക്സ് കിട്ടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം. അതെ, ഇതുവരെ കാണാത്ത ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ട് അത് അൺബോക്സ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം പൈസ എടുക്കണം. പൈസ എടുത്തിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അതെ, ഇവൻ എവിടെ പോകണമെന്ന് എനിക്കറിയത്തില്ല, അവൻ എവിടെ പോകണമെന്ന് എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് പിക്ക് ചെയ്യുക, അത് അൺബോക്സ് ചെയ്യുക. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 500 രൂപയാണുള്ളത്. അപ്പോൾ 500 രൂപ വെച്ചാണ് ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തായാലും പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ പോയി കഴിയുമ്പോൾ ഇവൻ വേറെ ഏതെങ്കിലും പോർഷനിലേക്ക് പോകും. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ടാസ്ക്. ഓക്കെ, ടാറ്റ. അവൻ ഏതോ റൂട്ട് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ വഴിക്ക് പോവാണ്. അപ്പം ഞാൻ ആദ്യം എത്തിയിരിക്കുന്നത് ഫുഡിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് മാക്രോൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു.
എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? നേരത്തെ കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ രണ്ടുപേരും കറക്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ പൊക്കത്ത് പോയി അൺബോക്സ് ചെയ്യാം. നമുക്ക് മേളിലാണ്, നമ്മള് ഫുഡ് കോർട്ട് മേളിലാണ്. അപ്പം മേളിൽ പോയി നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എനിക്കറിയാം എന്തായാലും യൂസ്ലെസ് ആയിട്ടുള്ള സാധനം ഇതൊന്നും വാങ്ങിക്കത്തുള്ളൂ. ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അതെങ്ങനെ മനസ്സിലായി? അതെ, ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഇവൻ വാങ്ങിച്ചേക്കുന്നത് ചിലപ്പം വീട്ടിലേക്കുള്ളതല്ലായിരിക്കും. ഇപ്പൊ ഫാമിലി മാൻ ആണല്ലോ, ഫാമിലി ഗായ് ആണ്. അപ്പം വീട്ടിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചേക്കുന്നത്. നോക്കാം എന്തായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു സ്പേസ്, ഇവിടെ ഒരു സ്പേസ് എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്. വോയിസ് കിട്ടണമെന്ന് അറിയത്തില്ല, കാരണം ഇവിടെ ഭയങ്കര ലൗഡാണ്. അതെ, ഭയങ്കര ലൗഡും ഭയങ്കര നോയിസാണ്. അപ്പം നമുക്കൊരു സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കണേന്ന് അറിയാം. ഫസ്റ്റ് അവൻ്റെ നിന്ന് തുടങ്ങാം. അവൻ എന്താ വാങ്ങിച്ചിരിക്കണേന്ന് നോക്കാം. അപ്പോൾ അവൻ്റെ കവറ് ഞാനാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല അവൻ്റെ കയ്യിൽ എന്താ ഇരിക്കണേന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവമാണ് അവൻ മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. 500 രൂപ, 500 രൂപ താഴെയുള്ള സാധനം. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? 470 രൂപയ്ക്കാണ് അവൻ സാധനം വാങ്ങിച്ചത്. ഞാൻ 440. അതെ, അപ്പം 500 താഴെയാണ് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ. അപ്പം എന്താണ് സാധനം എന്ന് ചെക്ക് ചെയ്യാമല്ലേ? ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഞാനെന്തായാലും ഫുള്ളായിട്ട് കുടഞ്ഞിടുന്നില്ല. ഓരോന്നൊന്നും വെച്ച് താഴെ ഇരിപ്പുണ്ട്. താഴെ കവർ ഇരിപ്പുണ്ട്. അപ്പം ഞാനിവിടെ കവർ വെച്ചിട്ട് ഓരോന്നും അൺബോക്സ് ചെയ്യാം. ഇത് എന്ത് സാധനം? അപ്പം ഇത് തന്നെ ആദ്യം നോക്കി എന്താണ് ഇത് ഗൈസ്. ഇത് നമ്മുടെ ഈ അടുക്കളയിലൊക്കെ അമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് തന്നെ കണ്ട, അതാണ് അതിന്റെ യൂസ്. നീ കണ്ടിട്ടുണ്ടോ? അതെ 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 അതെ. ഞാനും കണ്ടിട്ടില്ല. അടിച്ചു കൊല്ല, വീട്ടുകാർക്ക് പ്രയോജനമാണ്. ആൾക്കാരെ അടിക്കാം അല്ലേ? അടുത്തത് ഈ ലേസിന്റെ വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ലേസ് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ആണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോറി, ഞാൻ കണ്ടിട്ടില്ല. ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. തണുപ്പാ. ഇതൊരു തരം ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ്. ഐസ് ക്യാൻഡി എന്തോ സാധനമാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക് എന്താ സംഭവം. എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അതല്ലേ? പക്ഷേ ടേസ്റ്റ് എനിക്കിപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നോക്കാം, നമുക്ക് കണ്ടറിയാം. എനിക്കറിയത്തില്ല. നമുക്കതോ ഇത്രേ ഉള്ളോ? അപ്പൊ ഇനി എന്തൊക്കെയുണ്ട്? ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ലുലുവിൽ വന്നിട്ട് ശാള പീര പറ്റിച്ചത് കിട്ടുമെന്ന് നമ്മൾ കരുതുമോ? മത്തി പീര പറ്റിച്ചത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഐറ്റാണല്ലോ. പക്ഷെ ലുലുവിൽ കിട്ടുമെന്ന് ആരെങ്കിലും കരുതുമോ? മത്തി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാണല്ലേ. സാർഡൈൻ എന്നൊക്കെ പറയാം. സാർഡൈൻ വിത്ത് ഷ്രെഡഡ് കോക്കനട്ട് ആൻഡ് മലബാർ ഓക്കെ. അപ്പൊ മത്തി പീര പറ്റിച്ചതാണത്. ഇത് ഓക്കെ, ഒരു വെറൈറ്റി സാധനമാണ്. നമ്മൾ ഇതുവരെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ക്യാനിൽ കഴിച്ചിട്ടില്ല. അതാണ് വീട്ടിൽ കഴിക്കും. അപ്പൊ അടുത്ത് നോക്കട്ടെ വല്ലതും ഉണ്ടോന്ന്. ഹലോ പാണ്ട. ഹായ് പാണ്ട. ഇതെന്തോ ഒരു സാധനമാണ്. ചോക്ലേറ്റ് ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താ സാധനമാണ്. എല്ലാം കഴിച്ചു നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് തീർന്നു. ഓക്കെ, ഇതിനകത്ത് ഒരു സാധനം വെച്ചില്ല. അപ്പൊ ഇത്ര സാധനമാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇത്ര സാധനമാണ് കളക്ട് ചെയ്യാൻ തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് എല്ലാം വെറൈറ്റി തന്നെയാണ്. പക്ഷേ ഈ ലേസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം നമ്മൾ പലയിടത്ത് കണ്ടിട്ടുള്ളതാണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ തല്ലേക്ക് ചെയ്യാം. കൊള്ളാമൊരു സാധനം, വെറുതെ തല്ലാലോ. വീട്ടുകാർക്ക് ഉപകാരപ്പെടട്ടാ. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇനി ഞാൻ വാങ്ങിച്ചേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് 440 രൂപയാണ്
ഈ ഫുൾ സാധനം വാങ്ങിച്ചേക്കുന്നത്. 60 രൂപ മിച്ചം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ 40 രൂപ മിച്ചം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അവൻ അൺബോക്സ് ചെയ്യട്ടെ. അതെ, അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ എന്തായാലും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഐറ്റംസ് നോക്കാം, ഓരോന്നായിട്ട് എടുത്തു. കാരണം വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നെ കളിയാക്കിയായിരുന്നല്ലോ. നമുക്ക് നോക്കാം ഇവരെന്തൊക്കെയാണ് മേടിച്ചോണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. എന്താണ് എന്തോ ഒരു നാരങ്ങയാണെന്ന് തോന്നുന്നു. നാരങ്ങ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. നാരങ്ങ നമ്മളവിടെ കിട്ടത്തില്ല അല്ലേ? പാക്കിങ്, നല്ല പാക്കിംഗ് ഒക്കെ കേട്ടോ. നമുക്ക് നോക്കാം. എന്തോ ചെറുനാരങ്ങ പോലത്തെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തുവാണ് ഇത്? ഉണക്ക നാരങ്ങ. അതെന്താണെന്ന് എൻ്റെ ഫ്രണ്ട് എഴുതിയിട്ടുണ്ടല്ലോ, നോക്കിയാൽ പോലെ. നോക്കട്ടെ. ലോങ്കാൻ ഫ്രൂട്ട് തായ്ലൻഡ്. തായ്ലൻഡിലുള്ള ഏതോ ഒരു ഫ്രൂട്ടാണ്. നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അത് വേണമെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് കരുതാം. അല്ലേ? കണ്ടിട്ടില്ല. ഇതിലെന്താ വല്ല ഗുണം എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല, വെറൈറ്റി കണ്ടപ്പോൾ വായിച്ചത്. ഇത് കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സാധനം. ഞാൻ ആദ്യം കരുതി എന്തോ നാരങ്ങ, ചെറുനാരങ്ങ അങ്ങനെ എന്തോ സാധനം എന്നാണ് കരുതിയത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊട്ടിച്ചോറ നോക്കണം. നോക്കിയോ. വിഷമാണ് ഇവരെല്ലാം കൊള്ളാം കേട്ടോ. ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ ഒക്കെ ഒരു അകത്തൊരു ടെക്സ്ചർ പോലെ ഉണ്ട്. കണ്ടിട്ട് കൊള്ളാം. ആഹാ, ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, പക്ഷെ റംബൂട്ടാൻ്റെ ആ ഒരു ടെക്സ്ചർ പോലെ. വലിയ ടേസ്റ്റൊന്നുമില്ല. പോരാ, അങ്ങനെയല്ലേ വരത്തുള്ളൂ. പോരാ കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. കുഴപ്പമില്ല, കഴിക്കാനുള്ളതല്ലേ. ഭക്ഷണമായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അതിന് വലിയ അത്ഭുതമില്ല. എന്തോ തേങ്ങയാണ്. ഏത് നാട്ടിലെ ജനിച്ചു? അത് വെറൈറ്റി അല്ല, അതെല്ലാരും കണ്ടിട്ടുള്ള സാധനമാണ്. പക്ഷെ ചുമ്മാ വാങ്ങിച്ചതാ. ഡ്രാഗൺ ഫ്രൂട്ടാ. നീ കണ്ടിട്ടില്ല ഡ്രാഗൺ ഫ്രൂട്ട്? ഞാൻ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വെറൈറ്റി ആണ് പറഞ്ഞത്, മനസ്സിലായ? ഡ്രാഗൺ ഫ്രൂട്ടും മേടിച്ചോണ്ട് വന്നേക്കണം. എന്ത് ചെയ്യണോ ഇവനെ? വെറൈറ്റി പോലും. അടുത്ത നമുക്ക് നോക്കാം. പുച്ഛാണ് ഗൈസ്, പുച്ഛം. പിന്നെ അല്ലാണ്ട് പിന്നെ കണ്ടിട്ടുള്ള സാധനം മേടിച്ചോണ്ട് വന്നത്. ഇതെന്തോ തിന്നാനുള്ളതാണ്. ഇത് നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ സ്വീറ്റ്സ് ഒക്കെ വെക്കത്തില്ലേ, അതിലൊരു സാധനമാണിത് അല്ലേ? എന്താ പേരെന്താന്ന് നോക്കാം. 56 രൂപയാണ്. പക്ഷെ ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ സംഭവം കഴിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതാണ് ഞാൻ പിന്നെ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഓടിച്ചത് ഫുഡ് കോർട്ടിലായതുകൊണ്ട് അവിടെ കാണുന്നതല്ലേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നല്ല ശരിക്കും പോയാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല മണമായിരുന്നു കേട്ടോ അവിടെ. എന്ത് മണമാണ് അവിടെ. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, തിന്നു നോക്കാം. നമുക്ക് അവസാനം തിന്നു നോക്കാം. 3 സാധനമായി. 156 രൂപയാണ് ഇത്. കളയതൊക്കെ അവക്കാഡോ, വൈറ്റമിൻ ഇ പ്ലസ് അവക്കാഡോ എക്സ്ട്രാക്ട്. സ്കിന്നിൽ തേക്കണ എന്തോ ഫീലാണല്ലേ? അല്ലേ? അത് എഴുതി വെച്ചിട്ടുള്ള എന്താണ്? വായിച്ചു നോക്കിയപ്പോ ഇതൊക്കെ മേടിച്ചത് അത് എന്താണെന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ എന്താണ് അവക്കാഡോ ഒക്കെ വെച്ച് നമ്മുടെ ഫേസിൽ ഈ മാസ്ക് വെക്കത്തില്ല, ഫേസ് മാസ്ക് പോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് വലിച്ചു പറിക്കുന്ന സാധനം. ആ സാധനം എന്തോ ആണ് അല്ലേ? അതെ, ഫേസ് മാസ്ക് ആണോ? ഫേസ് മാസ്ക് ആണ്. ഞാനിതുവരെ ഫേസ് മാസ്ക് വെച്ചിട്ടില്ല. അപ്പൊ കണ്ടപ്പം ഒരു കൗതുകത്തിന് വാങ്ങിച്ചതാ. നീ വെച്ചിട്ടില്ല? എനിക്കറിയാം, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിന് 75 രൂപ കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്ക്. 75 രൂപ. ഓക്കെ, ഇനി അടുത്തത് തീപ്പെട്ടിക്ക് വിടാമോ? മ്യൂച്വൽ ക്ലൈമാക്സ്. ചെറുക്കം പഴിച്ചുപോയി. കോണ്ടോ മേടിച്ചോണ്ട് വന്നേക്കുന്നു. ആക്ച്വലി ഇതുവരെ നമ്മൾ കാണാത്തതും അനുഭവിക്കാത്തുള്ള സാധനം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായി. ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും? നമുക്ക് വല്ല ഇത് ആർക്കെങ്കിലും വല്ല പ്ലേ ബോയ്സിനൊക്കെ കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വീർപ്പിച്ച് കളിക്കാം. വീർപ്പിച്ച് ബലൂൺ ഉണ്ടാക്കാം. നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, തിന്നാനുള്ളതല്ലോ ഇത്. അപ്പൊ ഗായ്സ്, ഇത് ഡ്യൂറക്സിന്റെ എന്താണ് 3 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഹൈപ്പർ മാർക്കറ്റിൽ ഇതെവിടെ നിന്ന് വന്നതാണ്? പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാം ഉണ്ടല്ലോ പൊട്ടാ.
അവിടെ മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് ആയിരുന്നല്ലോ, പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇത്ര സാധനമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പം പറ പോരാ കേട്ടോ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ആര് മേടിച്ച സാധനങ്ങളാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന്. ഇത് ഇച്ചിരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എന്നാലും ഇതെന്തിനു മേടിച്ചതാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. കണ്ടിട്ടില്ല പോലും. എടാ ഇത് നാട്ടിൽ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന സാധനമാണ്, അറിയില്ല. മേടിച്ചോണ്ട് വന്നേക്കണം. എന്തായാലും കുഴപ്പമില്ല, സാധനങ്ങൾ എല്ലാം അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. വെറൈറ്റി ആണോ അല്ലേ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതൊക്കെ വെറൈറ്റി ആണോ അല്ലേ. കാരണം ചില സാധനമൊക്കെ നമ്മൾ കണ്ടതാണ്, ചില സാധനമൊന്നും കാണാത്തതാണ്. അതുകൊണ്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ മേടിച്ചതെല്ലാം കാണാത്ത സാധനങ്ങളാണ് എന്ന് നീയല്ല പറയണ്ട, അവരാ പറയേണ്ടത്. ലേസ് ഒക്കെ പിന്നെ നമ്മൾ കാണാത്തതാണ്, വല്ലപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണല്ലോ. അല്ല ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മേടിച്ച സാധനങ്ങളൊക്കെ എന്തായാലും കഴിച്ചൊക്കെ നോക്കാം, എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിലും കാണും വരെ ബൈ. എങ്ങനെയുണ്ട്? ഒരു കാശിനുള്ളിൽ ഇത് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട സാധനമാണ്, പക്ഷെ അത് ഇപ്പം ചെയ്യാൻ പറ്റില്ല.